യോഗി പറഞ്ഞു ഇത് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ പണം എങ്ങോട്ടാണ് പോകുന്നത്. ഹലാൽ സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ആ 4 സ്ഥാപനങ്ങളിൽ തന്നെ ചില സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് ഇത് 25,000 കോടിയുടെ ബിസിനസ്സാണെന്നാണ് യോഗി പറഞ്ഞത് ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ 25,000 കോടി, ഈ 25,000 കോടി ഈ സർട്ടിഫിക്കേഷൻ ബോഡിയിലേക്ക് വന്നു. അതായത് രാജ്യത്തിൻ്റെ അംഗീകാരമോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു സ്വതന്ത്ര ഏജൻസികൾ, ഈ സ്വതന്ത്ര ഏജൻസികളുടെ കയ്യിൽ പോകുന്നു. പലതും മുസ്ലിം സംഘടനകളാണ്. അപ്പോൾ ആ ഫണ്ട് ഇവർ എന്തിനുപയോഗിക്കുന്നു? അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. മറ്റു രാജ്യങ്ങളിൽ ഇത് കൃത്യമായിട്ട് മത പരിവർത്തനത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ, ഇസ്ലാമിക തീവ്രവാദത്തിനുമാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ യോഗ്യം പറയുന്നുണ്ട് ഇത് ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ പല കേസുകൾ വരുന്നുണ്ട്. അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ സംഘടനകൾ, ഹലാൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന ഈ സംഘടനകൾ അവരുടെ പണം എടുത്തിട്ട് ഇവിടെ ഇസ്ലാമിക തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിൽ അവർ ഈ പണം മുടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതിന് പറയുന്ന ന്യായീകരണം അവർ ഈ കേസ് നടത്തുന്നത് ഇവർ നിരപരാധികളായതുകൊണ്ടാണെന്നാണ്. അതായത് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയ തീവ്രവാദികളുടെ കേസ് വാദിക്കാനായിട്ട് ഈ പണം പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ മതം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പണം പോകുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിന് ഈ പണം പോകുന്നു. തീവ്രവാദത്തിന് ഈ പണം പോകുന്നു. പല വിദേശ രാജ്യങ്ങളിലേക്ക് സക്കാത്ത് എന്ന പേരിലേക്ക് ഈ പണം പോകുന്നു. അവിടുത്തെ റാഡിക്കലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പണം അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പണമൊക്കെ ആരുടെയാ? ഈ നമ്മൾ പലപ്പോഴും പറയാണ്ട് നമ്മുടെ നികുതി കൊടുക്കുന്ന പണം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടുന്നത്, നമ്മുടെ പണം നഷ്ടപ്പെടുന്നു, അത് മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെ നമ്മുടെ ഹോട്ടലുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർ അവരെല്ലാം കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന പണം, അത് കോടികളുടെ പണം പലതും പോകുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിന് നമ്മൾ ഈ പണം കൊടുക്കണം?